എല്ലാറ്റിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. എല്ലാ തീവ്രവാദ ആരോപണങ്ങളും ഈ നിരോധിത സംഘടന എന്ന പോപ്പുലർ ഫ്രണ്ടിൽ നിങ്ങൾ ചാർത്തുന്നുണ്ട്. ഇതിനൊരു മറുവശം CPM കാണുന്നുണ്ടോ? ഇത് ആരാണ് ഏറ്റെടുക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുക, ലവ് ജിഹാദ് എന്ന പദം കോയിൻ ചെയ്തതിന് ശേഷമാണ്, അങ്ങനെ ഒരു പ്രചാരണം തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ ഈ മതം മാറ്റം നടക്കുന്നു, കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കാൻ ശ്രമിക്കുന്നു എന്ന് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. അന്ന് പൊളിറ്റ് ബ്യൂറോ അംഗമാണോ? അല്ല, അന്ന് അദ്ദേഹം പുറത്താണ്. അദ്ദേഹം ഡൽഹിയിൽ പോയി വാർത്താ സമ്മേളനം നടത്തിയത്. പിന്നീട് VS അച്യുതാനന്ദൻ പറഞ്ഞു, മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇന്ത്യ ഒട്ടാകെ ലവ് ജിഹാദ് പ്രചാരണം നടന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തിയത് മുസ്ലിം ചെറുപ്പക്കാരെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ UAPA ചാർത്തി പോലും ജയിലിലിട്ടത്. നിങ്ങൾ അത് മറന്നു പോകരുത്. ഇവിടെ എന്താണ്? ഇവിടെ മറ്റൊരു സംഭവം, ഒരു വ്യായാമ കൂട്ടായ്മ ഉണ്ടാകുന്നു. ആ വ്യായാമ കൂട്ടായ്മയിലും ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നു. എല്ലാറ്റിനും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു. അതിന് ഈ ജമാഅത്തുകാരൊക്കെ വ്യായാമം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് പിഴയൊടുക്കേണ്ടി വരുന്ന ആരാണ്? ആർക്കെതിരെയായിരിക്കും നാളെ അന്വേഷണം വന്നാൽ ഉണ്ടാവുക? പി മോഹനൻ CPM-ന്റെ ഭരിക്കുന്ന കക്ഷിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു അതിൽ തീവ്രവാദികളുണ്ട് എന്ന്. നാളെ സംഘികൾ രാജ്യം മുഴുവൻ ഇപ്പോൾ തന്നെ പ്രചാരണം തുടങ്ങി, ട്വിറ്ററൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇരയായി മാറുന്നത് ആരാണ് എന്ന് നല്ല ബോധ്യത്തോടെയാണ് CPM ഇത് ചെയ്യുന്നത്. ഇനി അത് മോഹനൻ മാസ്റ്റർ ഞാൻ സതുദ്ദേശത്തോടെ പറഞ്ഞു എന്നുള്ളതൊന്നും ഉത്തരേന്ത്യയിൽ പ്രചരിക്കില്ല. ഉത്തരേന്ത്യയിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ നിങ്ങളെപ്പോലും അവർ കക്ഷി ചേർക്കുന്നുണ്ട് ആ പ്രചാരണത്തിൽ. ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് അസ്കർ? അജിംസെ, ഇതിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു എന്ന രീതിയിൽ ഒരു ഇസ്ലാമോഫോബിയ CPM പടർത്തുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രചരണത്തിൻ്റെയും വ്യാപ്തി ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ കാര്യം. മെക്സവനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്ക് പരിശോധിക്കാം, ആയിരക്കണക്കിന് വ്യായാമ കൂട്ടായ്മകളുണ്ട്. ഏതൊരു നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും പരിശോധിച്ചാൽ ഇത്തരം വ്യായാമ കൂട്ടായ്മകൾ നിരവധിയുണ്ട്. എന്തുകൊണ്ട് മെക്സവനെ മാത്രം വിരൽ ചൂണ്ടി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? അത് ഇസ്ലാമിക കൂട്ടായ്മയാണ് എന്ന അർത്ഥത്തിലല്ലല്ലോ ഇത് പറയേണ്ടി വരുന്നത്. ഒരുപക്ഷെ മലബാർ മേഖലയിലായതുകൊണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തും മറ്റുമൊക്കെ വരുന്ന ഒരു വ്യായാമ കൂട്ടായ്മ നിലയിൽ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം ഉണ്ടായിരിക്കാം. അത് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നതുകൊണ്ട് മുസ്ലിങ്ങളാകമാനം ആകെ കുഴപ്പത്തിലായി എന്നുള്ള അർത്ഥത്തിലല്ല ഇതിൽ പറയപ്പെടുന്നത്. ഇതിൽ അപകടകരമായിട്ടുള്ള നുഴഞ്ഞുകയറ്റം വന്നിട്ടുണ്ട്. അത് കൃത്യമായി നിരോധിത സംഘടനയായ PFI-യുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും ഭാഗത്താണ്. ജമാഅത്തെ ഇസ്ലാമിക് രാഷ്ട്രീയ അസ്കർ, ഈ വിദ്വേഷ പ്രചാരണം, ആളുകളെ ചാപ്പയടിക്കൽ, ഇതൊന്നും നേർക്ക് നേരെ പറഞ്ഞിട്ടല്ല നടക്കുക. അത് അസ്കറിനെ പോലെ ഒരാൾക്ക് നന്നായി അറിയാമല്ലോ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നതിന് സംഘപരിവാറുകാർ ഉപയോഗിക്കുന്ന പദം ഏതാണ്? സുഡുക്കൾ, സുഡാപ്പികൾ, മൗദൂദികൾ, ഇതാണ് പറയാറ്. സോഷ്യൽ മീഡിയ നമ്മൾ നോക്കിയറിയാം, അവരെ കാക്കാന്മാരെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെന്നൊന്നും പറഞ്ഞ് അധിക്ഷേപിക്കുകയല്ല ചെയ്യുക. സുഡുക്കൾ എന്ന് വിളിച്ചാൽ അത് കേൾക്കുന്നവൻ ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളൊരു കൂട്ടായ്മയിൽ പോപ്പുലർ ഫ്രണ്ടാണ് അതിൽ എന്ന്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഈ ഡോഗ് വിസിൽ കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത്. നിങ്ങൾ ഉപയോഗിച്ച വാക്കേതെന്നല്ല പ്രശ്നം. അല്ല അജിംസെ, ഇതിൽ ഒരു വിസിൽ ബ്ലോവറിൻ്റെ സ്ഥാനം CPM-ന് നൽകിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മറുപക്ഷത്തിലുള്ള കൂട്ടായ്മയാണ്. ഇത് വിസിൽ ബ്ലോവിംഗ് അല്ല, ഡോഗ് വിസിൽ എന്നാണ് പറയാ. ഇതിലൊരു വലിയ രാഷ്ട്രീയ, അതായത് ആക്രമിക്കാൻ പട്ടിയെ കൈഞ്ഞൊട്ടി വിളിക്കുന്ന ആ ഡോഗ് വിസിൽ, ദാ പോകുന്നു കള്ളൻ, പോയി ആക്രമിക്കൂ, ഇതാണ് പറയുന്നത്. അതായത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട്, സംഘപരിവാറെ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, NIA നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ഇതാ പറയുന്നതിന് അർത്ഥം. എന്തിനാ നമ്മൾ NIA ഭയപ്പെടേണ്ടത്? കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം NIA എന്തിനാ ഭയപ്പെടുന്നത്? ഒരു അഭിഭാഷകനായ താങ്കൾ സമകാലിക NIA മുസ്ലിങ്ങൾ എന്തിന് ഭയപ്പെടണമെന്നാണോ ചോദിക്കുന്നത്? അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പുരോഗമന ആശയങ്ങളുടെ വലിയ വേരോട്ടമുള്ളൊരു നാട്ടിൽ അങ്ങനെ ഒട്ടും NIA അങ്ങനെ വന്ന് കേരളത്തിലെ ആളുകളെ മുഴുവൻ പിടിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് ജയിലിനുള്ളിലിടും എന്ന അർത്ഥത്തിലുള്ളൊരു ഫോബിയ നിങ്ങൾ എന്തിനാ സൃഷ്ടിക്കണം? നിങ്ങളതങ്ങനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ വളരെ സന്ദേശപരമായ ഒരു പരാമർശം. ഞാൻ നിങ്ങൾക്ക് നല്ല ഉദാഹരണം പറയാം. ഈ P മോഹനൻ മാസ്റ്ററുടെ പ്രസ്താവനയ്ക്ക് ശേഷം നിങ്ങൾ വെറുതെ ഒന്ന് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഒക്കെ നാഷണൽ മീഡിയയുടെ ടെലികാസ്റ്റിംഗ്, അവരുടെ വെബ് പേജുകളൊക്കെ ഒന്ന് എടുത്തു നോക്ക്. ഇത് തന്നെയാണ് പറയുന്നത്. CPM ഭരിക്കുന്ന കേരളത്തിൽ തീവ്രവാദികൾ വ്യായാമത്തെ മറയാക്കി ആളുകളെ കൂട്ടുന്നു എന്നാണ് അവരുടെ പ്രചാരണം. അതിന് ആധാരമാവുന്നത് എന്താണ്? CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. ഏതുപോലെ
ലവ് ജിഹാദിനെതിരെ നിയമം നിർമ്മിക്കാൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പ്രസ്താവനയെ ഉപയോഗിച്ചതുപോലെ നിങ്ങൾക്കത് മനസ്സിലാക്കാത്തതാണോ അതല്ല മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്നതാണോ?